അന്ധന്മാരെ അധികാരികളെ കണ്ണു തുറക്കൂ സമരം കാണൂ ഞങ്ങളുടെ ജീവന വിലയില്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലും നല്ലതിനല്ല ആമല മക്കളുടെ കണ്ണീര് പിറന്ന മണ്ണിൽ ജീവിക്കാൻ. നമസ്കാരം. മാമലക്കണ്ടത്തെ പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് മാമലക്കണ്ടത്തെ ജനങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ്. ഇത്തരത്തിലൊരു വൈദ്യുത പദ്ധതി അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരെല്ലാവരും ആരോപിക്കുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 2 വാർഡിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഡിലെ മുഴുവൻ ആളുകളും ഇവിടെ എത്തി വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ധന്മാരെ അധികാരികളെ കണ്ണു തുറക്കൂ സമരം കാണൂ ഞങ്ങളുടെ സ്വത്തിന് വിലയില്ലെങ്കിൽ ഞങ്ങളുടെ ജീവന വിലയില്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലും നല്ലതിനല്ല ഒരു ചെറിയ പദ്ധതി ആയിട്ടാണ് ഇത് മാമലക്കണ്ടത്ത് ആദ്യം അറിയപ്പെട്ടത്. അത് പറഞ്ഞിരുന്നതും അങ്ങനെയാണ്. ഉരുളിക്കുഴി പദ്ധതി എന്ന് പറയുന്ന ഒരു ചെറിയ പദ്ധതി. പക്ഷേ ആ പദ്ധതി അതിൻ്റെ DPR ഇപ്പോഴും ലഭ്യമല്ല. ആ പദ്ധതി ഇപ്പോൾ വന്ന് മാമലക്കണ്ടം പിണവൂർക്കുടി ആനന്ദംകുടി മുതൽ മാമലക്കണ്ടം വരെയുള്ള പ്രദേശത്തെ പാറ മുഴുവൻ തുരന്ന് കല്ല് ശേഖരിക്കുന്നതിന്, കല്ലെന്ന അക്ഷയഖനി, സ്വർണ്ണഖനി അത് കവരുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകൾ സ്വീകരിച്ച ഒരു തന്ത്രമാണ് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. മാമലക്കണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ശാന്തമായ ഒരു കൊച്ചു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ പാവപ്പെട്ട കർഷകർ അതിജീവിക്കുന്ന ആ ഗ്രാമത്തിൽ മുച്ചൂടും ആ ഗ്രാമത്തെ മുടിക്കുന്ന 14 കോടി രൂപ മുടക്കി എൻ്റെ വാർഡിൽ ഈ ഉരുളിക്കുഴിയിൽ നിന്ന് ഒഴുകി വരുന്ന ജലം തടഞ്ഞു നിർത്തിയാണ് അവിടെ ഒരു കുളം കുത്തി ജലജീവൻ മിഷൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഇപ്പം നടപ്പിലാക്കാൻ പോകുന്നത്. പണി പകുതി പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം താഴത്തേക്ക് വരാത്ത അവസ്ഥയിൽ ഉണ്ടാകും. ആ പദ്ധതി 14 കോടി രൂപ വെറുതെ പാഴായി പോകുന്ന അവസ്ഥയുണ്ടാകും. ഒരു കാര്യം. മറ്റൊരു കാര്യം, നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രദേശങ്ങൾ പരിസ്ഥിതി ദുർബല മേഖലകളാണ്. ഈ 2.5 കിലോമീറ്ററോളം ഈ ടണലിൻ്റെ പണി സ്ഫോടനം നടക്കുമ്പോൾ സ്വാഭാവികമായും ഭൂമിക്കടിയിൽ പാറയിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അത് നമ്മുടെ പ്രദേശത്തെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം വിഷമമുണ്ട് ഇന്നിങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് ഈ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ വരേണ്ടത്. എന്തായാലും ഞങ്ങൾ വന്നേക്കുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ. കാരണം ഒരു 5 തലമുറയായിട്ട് ഞങ്ങളവിടെ അധിവസിക്കുന്ന ആൾക്കാരാണ്. കാരണം എല്ലാ മക്കൾക്കും അവരുടെ അച്ഛനമ്മമാർ എറണാകുളം ടൗണിൽ ജീവിക്കണമെന്ന് ആകണമെന്നില്ല. ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് പല പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാതെ അവിടെ നിന്ന് പൊരുതി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഒന്നും തന്നിട്ടില്ല, ചെയ്തിട്ടില്ല, റോഡ് തന്നിട്ടില്ല, വീട് തന്നിട്ടില്ല, കക്കൂസ് തന്നിട്ടില്ല എന്നല്ല പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങളെ പല അപേക്ഷകളും വെക്കാൻ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മൈക്ക് എടുത്ത് ഇങ്ങനെ പറയേണ്ട വരുന്നത്. ഇത് മൊത്തത്തിൽ ഞങ്ങളെ തീർക്കാനുള്ള പരിപാടി ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വളരെ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ അടിയന്തര ഗ്രാമസഭ 10 മാസം മുന്നേ വിളിച്ചു. ഈ അടിയന്തര ഗ്രാമസഭ വിളിച്ച് 400 ചില്ലുവാൻ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ ക്ലർക്കിനെ അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം അവിടുത്തെ ക്ലർക്കിനെ? ഞങ്ങൾക്ക് അറിയത്തില്ല.
അപ്പൊ ആ ക്ലർക്കിനെ കൊണ്ട് ആ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കേണ്ട ആരാ? അവിടെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഞങ്ങൾ വന്ന് ക്ലർക്കിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുമോ? അപ്പൊ അതിൻ്റെ അകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്. വീഴ്ച പറ്റി വീഴ്ചയായിട്ട് തന്നെ പറയണം. ഈ പഞ്ചായത്തിന്റെ വാതിൽക്ക് വന്നിട്ട് ഞങ്ങൾ അങ്ങ് തലോടി പോകാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് വിഷമവും ദേഷ്യമുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ആ ഫയൽ കൃത്യമായിട്ട് പഠിച്ച് എത്തിക്കേണ്ട തലം എവിടെയാണോ അവിടെ എത്തിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളോട് പറയേണ്ട ബാധ്യതയില്ലായിരുന്നു അവർക്ക്. അത് പൂർത്തി വെക്കുകയാണ് ചെയ്യണ്ടേ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവരുടെ മനസ്സിലുണ്ട്. അതാ അവർ ക്ലാപ്പ് ചെയ്തേ. ഇവിടെ നോക്കുന്ന ജനങ്ങളുടെ മനസ്സിലുണ്ട്. അല്ല, ഞങ്ങൾ ആരെ തലോടി പോകാൻ വന്നൊന്നുമല്ല. ഞങ്ങൾ ആ വനത്തിനുള്ളിൽ അകപ്പെട്ട് ഞങ്ങൾ ഇറങ്ങി വന്നത് എത്രയോ ജീപ്പുള്ള സ്ഥലങ്ങൾ വരെ കുറവാപ്പം. ആ വണ്ടി പിടിച്ചു തൂങ്ങി ഇവിടെ വന്നു. ആ റോഡിൽ കൂടെ യാത്ര ചെയ്തവർക്കറിയാം, ഒരു മേനയായിട്ടൊരു വഴി ഏകദേശം 8-9 കിലോമീറ്റർ അല്ല മാമലക്കണ്ടത്തേക്കുള്ളൂ. നിങ്ങളുടെയൊക്കെ കണ്ണിന് എന്നാ തുറക്കുന്നേ? ആ വഴി ഒന്ന് മര്യാദക്ക് ഒരു 7 കിലോമീറ്റർ ഒന്നിച്ചിട്ട് അറിയാൻ പറ്റില്ലേ? അന്നേരം ഫോറസ്റ്റിന്റെ തടസ്സം പറയും, റവന്യൂവിന്റെ പറയും, പല പല തടസ്സങ്ങൾ പറയും. ഇത് ഞങ്ങൾ ഇനി എന്ന് കേട്ട് മടുക്കാനാ? 5 തലമുറയല്ലേ, എൻ്റെ മകൻ ജനിച്ചപ്പോൾ 5 തലമുറയാണ് ഇവിടെ. ഞങ്ങളുടെ മുന്നിലുള്ള കാരണന്മാരൊക്കെ എല്ലാ സുഖലോലുപതയിൽ ജീവിച്ച് മരിച്ചവരൊന്നും അല്ല. അവരൊക്കെ കഷ്ടപ്പെട്ട് അവർ മരിച്ചുപോയ ആൾക്കാരാ. അവർ സൗകര്യം അനുഭവിച്ച് മരിച്ചവരൊന്നും അല്ല. അപ്പൊ ഞങ്ങൾക്ക് തരേണ്ടതായ ആനുകൂല്യങ്ങളും ഇനി ഞങ്ങൾക്കൊന്നും തന്നില്ലേലും കുഴപ്പമില്ല. ആ ജനിച്ച മണ്ണിലും നിലനിൽക്കാൻ ഞങ്ങൾ അനുവദിച്ചാൽ മതി. അതിന് സാധിക്കുമല്ലോ. ഇതിൻ്റെ അകത്ത് കൂട്ടുനിന്നവരും പങ്കാളിത്തമുള്ളവരൊക്കെ ഉണ്ട്. മുൻകാലങ്ങളിലെ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ഇനി ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് അരുൺ സൂചിപ്പിച്ചു, ഇവിടെ ഗോപിനാഥ് ചേട്ടനും സൂചിപ്പിച്ചു, ഇപ്പോൾ ഉള്ള ഭരണസമിതി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം. ഞങ്ങളുടെ കൂടെയുള്ള എബില്, അതുപോലെ അബി തുടങ്ങിയ ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാർ, ഇവിടെ സോഷ്യൽ മീഡിയയും അതുപോലെ വ്ളോഗേഴ്സൊക്കെയാണ്. അങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ ടൂറിസത്തിന് ആൾക്കാർ വലിയ ഇത് ആക്കുന്നുണ്ടല്ലോ. ഈ ടൂറിസം വരാൻ കാരണം ഞങ്ങളുടെ നാട്ടിലെ ഈ വ്ളോഗേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ തന്നെ ഇത് പുറം ലോകത്ത് എത്തിച്ചാണ് 10 നാട്ടുകാർ ഈ കുട്ടമ്പുഴ വഴി പോകുമ്പം ഈ വ്യാപാര സുഹൃത്തുക്കൾക്ക് അറിയാം നിങ്ങൾക്ക് എന്തോരം കച്ചവടം കിട്ടുന്നുണ്ട് ഇവിടെ. ഈ നാട്ടിലേക്ക് പോകാൻ ഈ കുട്ടികൾ പണിയെടുത്തായിട്ടാണ് അവിടെ ആളുകൾ വരുന്നത്. ഇത് നാളെ ഉണ്ടാകണ്ടേ? അപ്പൊ അതൊക്കെ ചെയ്യുന്നവനെ പാടെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ കാര്യം പറയാൻ അറിയത്തില്ലാത്തവരൊന്നുമല്ല, എല്ലാവിധ ബോധമുള്ളവർ തന്നെയാണ്. ഇത്തിരി വനത്തിനുള്ളിലായിപ്പോ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലേക്കും പിടിയിൽ നിന്ന് ഓടിയൊന്നും ഇറങ്ങാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് വഴിയില്ല, ഒരു സംവിധാനവും ഇല്ല. മുൻകാലങ്ങളിൽ തന്നില്ല എന്ന് പറയുന്നില്ല, തന്നു. ഈ 21-ാം നൂറ്റാണ്ട് ജീവിക്കുമ്പം ഈ മാതിരിയുള്ള റോഡും ഈ മാതിരിയുള്ള സൗകര്യമൊക്കെയാണോ ജനങ്ങൾക്ക് തരണ്ടേ? അതിൻ്റെ അകത്തൊക്കെ കുറച്ച് വീഴ്ചകൾ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. ഇനി പുതിയ ഭരണസമിതി, പ്രിയ സുഹൃത്ത് അരുൺ പറഞ്ഞു, പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളെ സഹായിക്കുന്ന നിലപാടെടുക്കണം. അല്ല ഞങ്ങളെ പാടെ വിഴുങ്ങി ഞങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരില്ല. ഞങ്ങളിനി അങ്ങോട്ട് പോകാൻ 5 തലമുറയായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകൾ. ഒരു മനുഷ്യായുസ് മുഴുവൻ ആൾക്കാർ വെട്ടി പിടിച്ചുണ്ടാക്കി പണിയെടുക്കുന്ന സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഒന്നാമത്തെ 2 സൈഡിൽ നിന്ന് ആന കയറിയ ആൾക്കാരെ കൃഷിയും മറ്റ് സംവിധാനങ്ങൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പൊരുതി ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾക്ക് അത് വീഴ്ചയായിട്ട് തന്നെ അറിയാം. അതിൻ്റെ അകത്ത് നല്ല വർത്തമാനം പറഞ്ഞ് ഇവിടുത്തെ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിന്റെ അംഗം 1 വർഷം നടന്ന ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് SNDPയുടെ പ്രാർത്ഥനാ ഹാളിൽ മാമലക്കണ്ടത്ത് വെച്ച് നടന്ന യോഗത്തിൽ ഒറ്റയടിക്ക് ഞങ്ങൾക്കൊരു വിശദീകരണം പോലും എൻ്റെ നൽകാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ടല്ലോ, അതിൻ്റെ അകത്ത് അന്നത്തെ ഇവിടുത്തെ ഭരണസമിതിയിലെ അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടാത്ത പദ്ധതി ഞങ്ങൾക്കും വേണ്ട, നിങ്ങൾക്കില്ലാത്ത പദ്ധതി ഞങ്ങൾക്കേ വേണ്ട എന്ന് പറഞ്ഞ് ആ അതിൻ്റെ അകത്ത് ഒരു വിവരണം പോലും നൽകാൻ പറ്റാത്ത രീതിയിൽ അവസാനിപ്പിച്ചത് പോവുക ചെയ്തേ. അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പോയ ഒരു പദ്ധതി നിങ്ങൾ NOC ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് NOC ക്യാൻസൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ അങ്ങ് മേളിലേക്ക് കയറിയിട്ട് ആ സാധനങ്ങളെല്ലാം തീർന്നു പോയി. നാളെ ഞങ്ങളോട് മാറാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറാൻ മനസ്സില്ല. ഇവിടെ മീഡിയാസ് കൊണ്ട് എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെയൊക്കെ പേരിൽ എത്ര ക്രിമിനൽ കേസ് ഈ കുട്ടമ്പുഴ ഉണ്ട്? ഈ പോലീസുകാരോട് ചോദിച്ചു നോക്കി, അല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരും നോക്ക്, എൻ്റെ പേരിൽ എത്ര കേസുണ്ട് കുട്ടമ്പുഴ ഈ പോലീസ് സ്റ്റേഷനിൽ. ഞങ്ങൾ നിയമത്തെയും മറ്റെല്ലാ സംവിധാനങ്ങളെയും മാനിക്കേണ്ടവരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും എല്ലാം മാനിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. അതുപോലെ പ്രതിസന്ധികളിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങൾക്ക് പക്ഷേ ഈ പദ്ധതിയായിട്ട് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പല മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. കാരണം ഞങ്ങളെ ജയിലിലാക്കാതെ ഈ പദ്ധതി നാട്ടിൽ നടക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാനിത് പറയാൻ കാരണം ചിലർ ചോദിക്കുന്നുണ്ട്, പദ്ധതികൾ വന്നാലല്ലേ കറണ്ട് ഉണ്ടാവുള്ളൂ? എവിടെ കറണ്ട് ഉണ്ടാവും? ഈ പറയുന്ന മാമലക്കണ്ടം തോട്ടിൽ ഞാൻ അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളാണ്. ഏറ്റവും കൂടിയ ഒരു 5 മാസം അല്ലാണ്ട് അവിടെ വെള്ളമില്ല. പിന്നെ അവിടെ നിന്ന് എവിടെ നിന്ന് വെള്ളം എടുത്ത് ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കും? അപ്പോൾ ഇത് മറ്റെന്തോ ലക്ഷ്യമാണ്. മറ്റെന്തോ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ കോർപ്പറേറ്റുകൾ ഒരു കമ്പനിയുടെ അവരുടെ സ്വാർത്ഥ ലാഭത്തിന്, അതായത് അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി കൂട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമാണ്.
പൂർണ്ണാർത്ഥത്തിൽ ഇതൊരു സൂചനയാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങൾ മാമലക്കണ്ടത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം വരുന്ന മുഴുവൻ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഏതെല്ലാം തരത്തിലാണ് പോവേണ്ടത് അത്തരത്തിലെല്ലാം പോകുമെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് ഞങ്ങളിവിടെ സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ മുഖേന ലഭിച്ച വിവരം അനുസരിച്ച് ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ടെക്നോ എക്കണോമിക് ഫീസിബിലിറ്റി ക്ലിയറൻസ് കമ്മിറ്റി പദ്ധതിക്ക് 13/1/23 അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ രേഖാമൂലം അന്നാണ് ഈ പദ്ധതിക്ക് ഗവൺമെൻറ് തലത്തിൽ അംഗീകാരം കൊടുക്കുന്നത്. അങ്ങനെ അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം, 2015 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വിൻഡോ ഉപയോഗിച്ച് അതുപോലെ തന്നെ നാച്ചുറൽ സോഴ്സ് ഉപയോഗിച്ചും എല്ലാം വൈദ്യുതി ഉൽപ്പാദനം, കൂടുതൽ ഊർജ്ജ ഉൽപ്പാദനം രാജ്യത്ത് സംഘടിപ്പിക്കുന്നതിന് കോർപ്പറേറ്റുകൾക്കും അതുപോലെ വ്യക്തികൾക്കും അനുവാദം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അനുമതി ഈ 2023 ഈ പറയുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ടെക്നോ എക്കണോമിക് ഫീസിബിലിറ്റി ക്ലിയറൻസ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. ഇതിന് DPR സംബന്ധിച്ച് കൊച്ചിൻ ഹൈഡ്രോ പവർ പിണവൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് നമ്മുടെ രംഗത്ത് എത്തിയിരിക്കുന്നത്. അതിൻ്റെ സാമ്പത്തിക സാങ്കേതിക വാണിജ്യ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ്, ട്രേഡ് സീക്രട്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇത് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് വിവരാവകാശ പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതിനാൽ RTI ആക്ട് സെക്ഷൻ 8(1)D പ്രകാരം വിവരം നിഷേധിച്ചു. നമുക്കിതിൻ്റെ വിവരം അവർ തന്നിട്ടില്ല. കൂടാതെ ഇത് സെക്ഷൻ 11 തേർഡ് പാർട്ടി ഇൻഫർമേഷൻ പ്രകാരമുള്ള വിവരമാണെന്നും കമ്പനി എതിർപ്പ് അറിയിച്ചത് മൂലമാണെന്നും ഇത് നൽകാൻ സാധിക്കാത്തതെന്നും ഈ ബന്ധപ്പെട്ട ഈ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളെ അറിയിച്ചു. മറ്റേ ഈ വിവരം അറിയുന്നതിന് മുമ്പ് നമുക്ക് പറ്റിയ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി ഇങ്ങനെ ഈ സ്റ്റേറ്റ് ലെവലിൽ ഇതിൻ്റെ എനർജി പവർ അനുമതിക്ക് വേണ്ടി ഇവർ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. അവിടെ ഏതാണ്ട് ഒരു 80 സെൻറ്റോളം പട്ടയമുള്ള ഭൂമി, അന്നത്തെ വിലയ്ക്ക് ഒരു 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാവുന്ന ഭൂമി ഒരാൾ 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നു. വാങ്ങിയപ്പോൾ നമ്മുടെ അടുത്തുള്ള ശശി അടക്കമുള്ളവർക്കൊരു സന്തോഷമായി, നമ്മുടെ സ്ഥലത്തിനും ആ വിലയൊക്കെ കിട്ടുമല്ലോ, അത്യാവശ്യം കോളടിച്ചു, നമ്മുടേതും വിൽക്കാം, കുഴപ്പമില്ല, നല്ല നിലയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഈ മേടിച്ച കമ്പനി എന്ന് പറയുന്ന ഇതിൻ്റെ എക്സിക്യൂട്ടീവ് MD ആയിട്ടുള്ള ബേബി എലക്സ് എന്ന് പറഞ്ഞവനാണ്. അയാൾ ഈ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉരുളിക്കുഴി എന്ന് പറയുന്ന ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു സോഴ്സ് ഒട്ടേറെ ആളുകൾ അവിടെ നിത്യേന സന്ദർശിക്കാൻ വരുന്നുണ്ട്, ശനിയും ഞായറും കൂടുതലായിട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതിലെ വഴി വെട്ടുന്നതിന് ഒന്നിനും പുള്ളിക്ക് ഒരു എതിർപ്പുമില്ല. അങ്ങനെ ഇരിക്കെ 2025 ഏതാണ്ട് ഒരു ജൂലൈ മാസത്തോടു കൂടി കുറേ പരിചയമില്ലാത്ത ആളുകൾ അവിടെ സന്ദർശിക്കുന്നു. നമ്മൾ ഈ വിഷയം അറിഞ്ഞ ഭാഗമാണ് ഞാൻ ഈ വിശദീകരിക്കുന്നത്. അങ്ങനെ അവർ അവിടെ വന്ന് ഇതെന്താ വിഷയം, എന്താണ് നിങ്ങളിങ്ങനെ, ഞങ്ങളിവിടെ ഒരു ചെറിയ വൈദ്യുതോൽപാദനവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അങ്ങനെയാണ് ശരിക്കും വളരെ ഞെട്ടലോടുകൂടി നമ്മുടെ പ്രദേശത്തുള്ള സാധാരണ ആളുകൾ ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടതും അറിയുന്നതും. ഇനി മനസ്സിലാക്കേണ്ടത് ഉരുളൻതണ്ണിയിലും അതുപോലെ തന്നെ പെണ്ണൂർക്കുടിയിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളോടും കൂടി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളോട് പറയേണ്ടത്, അവിടെ വന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഏരിമംഗലത്തേക്ക് വഴി ഓപ്പണാക്കി തരും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പദ്ധതി DPR ഒന്ന് കാണാൻ പറ്റുമോ എന്നെങ്കിലും ശ്രമിക്കുക. അതാ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുള്ളൂ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. ഇത് എവിടുന്ന് കിട്ടുമെന്ന് ശ്രമിക്കുക. ജനങ്ങൾക്ക് ഉപകാരമുള്ളത്, അല്ലെങ്കിൽ പഞ്ചായത്തിന് ഉപകാരമുള്ളത് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ജനങ്ങളെയും പഞ്ചായത്തിനെയും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള DPR മറ്റു വിവരങ്ങളും നൽകി അവരെ ബോധവൽക്കരിക്കുക. അതല്ല, ഈ പദ്ധതി ഇവിടെ നിൽക്കുന്ന CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുക.